സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രഭാത വന്ദനം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 14, 51, 52 വാക്യങ്ങൾ. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചും കൊണ്ട് യേശുവിനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 51, 52 വാക്യങ്ങളിൽ യേശുവിനെ അനുഗമിച്ച ഒരു ബാല്യക്കാരനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ ബാല്യക്കാരൻ്റെ പേർ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇവൻ ചെയ്ത കാര്യം 2 വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു പാഠമാണ്. യേശുവിനെ അനുഗമിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വില കൊടുക്കാത്ത ഒരു മനുഷ്യൻ, യേശുവിനെ അഥവാ ദൈവപുത്രനെ ആരെങ്കിലും അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ കൊടുക്കേണ്ട വിലയെക്കുറിച്ച് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇപ്രകാരം പറഞ്ഞു: ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഇതാണ് വില കൊടുക്കുന്ന യേശുവിനെ അനുഗമിക്കൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വില കൊടുക്കാതെ ആർക്കും തന്നെ യേശുവിനെ അനുഗമിക്കുവാൻ അഥവാ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുവാൻ, മറ്റൊരു പദത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിയായിരിക്കുവാൻ സാധ്യമല്ല. യേശുവിനെ അനുഗമിക്കുവാൻ കൊടുക്കേണ്ട വില, യേശുവിന് വേണ്ടി അത് സമയവും ശക്തിയും സമ്പത്തും സർവവും സമർപ്പിക്കണം എന്നുള്ളതാണ്. ഇത് പരിത്യാഗത്തിലൂടെയാണ് സാധ്യമായി തീരുക. അഥവാ ദൈവത്തിനു വേണ്ടി ചിലത് മാറ്റിവെക്കാതെ, നമ്മുടേതായിട്ടുള്ള ചിലത് മാറ്റിവെക്കാതെ ദൈവത്തെ അനുഗമിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഈ മനുഷ്യൻ കർത്താവിനെ ക്രൂശിക്കുവാൻ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ യേശുവിനെ പിന്തുടരുകയാണ്. ആ സമയം ശത്രുക്കൾ അവനെ പിടിച്ചപ്പോൾ അവൻ്റെ വസ്ത്രം അഥവാ പുതപ്പ് കൂടി വിട്ടേച്ച് ഓടിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുവാൻ കഴിയാത്ത ഒരു ബാല്യക്കാരൻ. എന്തുകൊണ്ടാണ് ഈ സമയം അവന് യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കാതെ പോയത്? അതെ, യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോഴാണ് നിങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കാതെ ഒരു മനുഷ്യനും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് സാധ്യമല്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് പത്രോസ്, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്ന് പറഞ്ഞവനാണ്. എന്നാൽ പത്രോസിനും ആ സമയം യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ സാധിച്ചില്ല. അവൻ 3 പ്രാവശ്യം ഞാൻ യേശുവിനെ അറിയുകയില്ല എന്ന് തള്ളിപ്പറയേണ്ടി വന്നു. അതേ പ്രിയമുള്ളവരെ, യേശുവിനെ വെറുതെ അങ്ങ് അഥവാ നിസ്സാരമായി അഥവാ വില കൊടുക്കാതെ ആർക്കും അനുഗമിക്കുവാനായിട്ട് സാധ്യമല്ല. യേശുവിനെ അനുഗമിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് യേശു പറഞ്ഞ
ആ വചനം തന്നെയാണ്. തന്നെ അനുഗമിക്കുവാൻ തന്നെത്താൻ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ത്യാഗം അതിനാവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, സ്വയം നാം നമ്മെ തന്നെ ത്യജിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രൂശിൻ്റെ അനുഭവങ്ങൾ അത് ചുമക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വില കൊടുത്താൽ മാത്രമേ ഏതൊരു മനുഷ്യനും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. അതിന് സാധിക്കാത്ത ഈ ബാല്യക്കാരൻ ഇതാ ഓടിപ്പോവുകയാണ്, പ്രാണനും കൊണ്ട് ഓടിപ്പോവുകയാണ്. ഇത് യേശുവിൻ്റെ ക്രൂശീകരണ വേളയിലെ ഒരു തമാശ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നാം ജാതികളുടെ ഇടയിൽ തമാശയായി മാറാതിരിക്കുവാൻ വില കൊടുക്കുന്ന സ്നേഹം, വില കൊടുക്കുന്ന അനുഗമിക്കൽ ആവശ്യമാണ്. ആമേൻ, ആമേൻ.